712 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാത്ത തിരുരക്തമായ വീഞ്ഞ്. 1310 ഓസ്ട്രിയയിലെ ജോർജിയൻ ഫിയച്ച് ബർഗ് എന്ന ഒരു ചെറിയ പട്ടണം. അവിടുത്തെ ആശ്രമ അധിപനായിരുന്നു യൂപ്പർട്ട് എന്ന സന്യാസി. അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിൽ ഒരു പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുന്നു. തിരുവോസ്തിയിലെ യേശു സാന്നിധ്യത്തെക്കുറിച്ച് ഒരു വിശ്വാസവുമില്ലാത്ത ഒരു വൈദികനായിരുന്നു അദ്ദേഹം. അന്ന് ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈ സംശയം അദ്ദേഹത്തിൽ വളരെയേറെ ബലപ്പെട്ടു. പിന്നീട് കൂദാശവചനങ്ങൾ ഉച്ചരിച്ച് തിരുവോസ്തി വിശ്വാസികൾക്ക് നേരെ അദ്ദേഹം ഉയർത്തി. തുടർന്ന് കാസ കൈകളിലെടുത്തപ്പോൾ തന്നെ വീഞ്ഞ് തിരുരക്തമായി മാറി പുറത്തേക്കൊഴുകാൻ തുടങ്ങി. ഇത് കണ്ട പുരോഹിതൻ ദിവ്യകാരുണ്യത്തിലെ യേശു സാന്നിധ്യം കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞു. 712 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ തിരുരക്തം യാതൊരു വ്യത്യാസവുമില്ലാതെ ഈശോയുടെ തിരുരക്തമായി ആരാധിച്ച് വണങ്ങി വരുന്നു. 1593 ടെറോളിലേക്കും മാർട്ടിൻ ലൂതറിൻ്റെ പഠനങ്ങൾ പ്രചരിക്കപ്പെട്ടപ്പോൾ സെൻറ്റ് ജോർജ് ബർഗിലെ സന്യാസികളോട് ഈ വിശുദ്ധ തിരുരക്തത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് സഭാധികാരികൾ ആവശ്യപ്പെട്ടത്. തിരുവോസ്തിയിലെയും വീഞ്ഞിലെയും യേശു സാന്നിധ്യം ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തോട് ചേർത്ത് വച്ച് പ്രസംഗിച്ചപ്പോൾ ശത്രുക്കൾ പരാജയപ്പെടുകയും നിരവധി പേർ സത്യവിശ്വാസത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. കത്തോലിക്ക സഭയ്ക്കെതിരായ പഠനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ശക്തമായ മറുപടിയായി തീർന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ സത്യസഭയ്ക്കെതിരെ നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ദിവ്യകാരുണ്യ ഭക്തിയാലും ശക്തിയാലും ഇല്ലാതാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.